തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി മത്സരിച്ച മുഴുവൻ പേരെയും ഉൾപ്പെടുത്തി KPCC സംഘടിപ്പിക്കുന്ന വിജയോത്സവം ഇന്ന് കൊച്ചിയിൽ നടക്കാനിരിക്കുകയാണ്. മഹാപഞ്ചായത്ത് എന്ന പേരിൽ മറൈൻ ഡ്രൈവിൽ നടക്കുന്ന പരിപാടി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഉച്ചയ്ക്ക് 2-ന് നടക്കുന്ന പരിപാടിയിൽ 15,000 പേർ പങ്കെടുക്കും. നിതിൻ സേവ്യറാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. നിതിൻ, ഗുഡ് മോർണിംഗ്. നമുക്കറിയാം നിതിൻ, തെരഞ്ഞെടുപ്പിന് ശേഷം, തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം UDF വലിയ ആത്മവിശ്വാസത്തിലാണ് ഉള്ളത്. തിരിച്ചു വരാൻ കഴിയുമെന്നുള്ളൊരു വിശ്വാസം അവർക്ക് കൂടിയിട്ടുണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ഇന്നിതാ രാഹുൽ ഗാന്ധി എത്താനിരിക്കുന്നു. എന്തൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ? തീർച്ചയായും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വലിയ ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് ഉള്ളത്, അല്ലെങ്കിൽ UDF ഉള്ളത്. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച വലിയ വിജയം അത് UDFന് വലിയ ഊർജ്ജം പകർന്നിട്ടുണ്ട്. അവരുടെ അണികൾക്കും നേതാക്കൾക്കുമൊക്കെ വലിയ ആത്മവിശ്വാസം പകർന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിയമസഭാ മുന്നൊരുക്കങ്ങൾ വളരെ വേഗത്തിൽ തന്നെ അതിൻ്റെ ആദ്യപടിയൊന്നോണമാണ് രാഹുൽ ഗാന്ധിയെ തന്നെ നേരിട്ട് കൊണ്ടുവന്ന് ഇത്തരത്തിലൊരു വലിയ പരിപാടി നടത്തുന്നത്. ഒരു വിജയോത്സവം 2026 എന്ന പേരിൽ ഒരു മഹാപഞ്ചായത്ത് ഇവിടെ നടത്തുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും. മറൈൻ ഡ്രൈവിൻ്റെ ഈ ഗ്രൗണ്ടിൽ അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജയിച്ചവരും പരാജയപ്പെട്ടവരും ആരെയും ഒഴിവാക്കി നിർത്തുന്നില്ല. ജയിച്ച ആളുകൾക്കൊപ്പം തന്നെ ജനപ്രതിനിധികളായ ആളുകൾക്കൊപ്പം തന്നെ പരാജയപ്പെട്ടവർക്ക് കൂടി ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഉത്തരവാദിത്തങ്ങൾ നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പരിപാടിയിലേക്ക് ഇവരെല്ലാം ക്ഷണിച്ചിരിക്കുന്നത്. ഏകദേശം 15,000-ഓളം ആളുകൾ എത്തും എന്നാണ് നിലവിൽ കോൺഗ്രസ് കരുതുന്നത്. 2 മണിക്കാണ് മറൈൻ ഡ്രൈവിൽ ഈ വിജയോത്സവം 2026 മഹാപഞ്ചായത്ത് എന്ന പേരിലൊരു പരിപാടി സംഘടിപ്പിക്കുന്നത്. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യും. ഈ സമ്മേളനത്തിൽ 7,818 ജനപ്രതിനിധികളാണ് പങ്കെടുക്കുന്നത്. ഒപ്പം തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ആളുകളെ കൂടി ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഭാവി പ്രവർത്തനങ്ങളിൽ അവർക്ക് കൂടി വലിയ ഉത്തരവാദിത്വം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരത്തിലൊരു തുല്യ പരിഗണന നൽകുന്നത്. 2 മണിക്ക് തന്നെ ഈ പരിപാടി ആരംഭിക്കും. ഇതിന് മുന്നൊരുക്കമായി കഴിഞ്ഞ ദിവസങ്ങളിൽ കോൺഗ്രസ് നേതാക്കളെല്ലാം തന്നെ, സംസ്ഥാനത്തെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ എറണാകുളത്തേക്ക് എത്തിയിട്ടുണ്ട്. അവർ ഇവിടെ കൂടിയാലോചനകളൊക്കെ കഴിഞ്ഞ ദിവസം നടത്തുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിന് വലിയ ദിവസങ്ങൾ ബാക്കിയില്ല. ഏകദേശം ഒരു 3 മാസത്തിനകത്ത് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന കാര്യം വ്യക്തമാണ്. അപ്പോൾ അതിൽ വേണ്ട ഭാവി പരിപാടികൾ കൂടിയാലോചന കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടക്കുന്നുണ്ട്. നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് രാഹുൽ ഗാന്ധി ഏകദേശം 12:45 എറണാകുളം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തും. അതിനുശേഷം 1 മണിക്ക് അദ്ദേഹം ലീലാവതി ടീച്ചറിൻ്റെ വീട് സന്ദർശിക്കും. അതിനുശേഷമായിരിക്കും 2 മണിക്ക് ഈ പരിപാടിയിലേക്ക് എത്തുക. പ്രത്യേകിച്ച് ഈ സംസ്ഥാനത്തെ മുഴുവൻ സ്ഥലത്ത് 14 ജില്ലകളിൽ നിന്നും 15,000-ഓളം പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് എത്തും. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച 15,000-ഓളം പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് എത്തും, നേതാക്കൾ ഇങ്ങോട്ടേക്ക് എത്തും. ഒപ്പം തന്നെ മറ്റാളുകളുമൊക്കെ എത്തുമ്പോൾ വലിയൊരു പരിപാടിയായി ഇത് മാറുമെന്ന് തന്നെയാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്. അതുവഴി തങ്ങളുടെ ശക്തി നിയമസഭാ തെരഞ്ഞെടുപ്പിന് വളരെ മുൻപ് തന്നെ ആദ്യം തന്നെ തങ്ങളുടെ ശക്തി തെളിയിക്കാമെന്നൊരു പ്രതീക്ഷയിലാണ് കോൺഗ്രസ് ഉള്ളത്. നിതിൻ, ഇതിപ്പോൾ ഒരു ശക്തി പ്രകടനം എന്നതിനേക്കാൾ ഉപരി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഐക്യം ഉണ്ടാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആര് എന്നുള്ള ചർച്ചകളൊക്കെ ഒരു ഭാഗത്ത് വലിയ രീതിയിൽ പുരോഗമിക്കുന്നുണ്ട്. അത് പുറത്ത് ഇല്ലെങ്കിലും അകത്ത് വല്ലാതെ ഉണ്ട്. അതുകൊണ്ട് തന്നെ പാർട്ടിയിൽ ഐക്യമുണ്ടാക്കുക, ആര് നയിക്കണം എന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാക്കുക, സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഒരു ഏകദേശ ധാരണയുണ്ടാക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ കോൺഗ്രസിന് വലിയ നിർണായകമാണ്. രാഹുൽ ഗാന്ധി അത്തരത്തിലുള്ള എന്തെങ്കിലും ചർച്ചകളിലേക്ക് നേതാക്കളുമായി നടത്താനുള്ള സാധ്യതയുണ്ടോ? നിലവിൽ ഇന്ന് അത്തരത്തിലൊരു ചർച്ചകളിലേക്ക് രാഹുൽ ഗാന്ധി പോകുമെന്ന് കരുതാൻ വയ്യ. പ്രത്യേകിച്ച് വളരെ ടൈറ്റായ ഒരു ഷെഡ്യൂളാണ് രാഹുൽ ഗാന്ധിക്ക് ഇന്ന് നൽകിയിട്ടുള്ളത്. പക്ഷേ നേതാക്കന്മാർ കഴിഞ്ഞ ദിവസം തന്നെ ഇത്തരത്തിലുള്ള ചർച്ചകളിലേക്ക് കടന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു വിഭാഗം നേതാക്കന്മാർ, രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കന്മാർ ആലുവ പാലസിലും സണ്ണി ജോസഫിൻ്റെ നേതൃത്വത്തിൽ, അല്ലെങ്കിൽ സണ്ണി ജോസഫ് അടക്കമുള്ള നേതാക്കന്മാർ എറണാകുളം ഗസ്റ്റ് ഹൗസിലുമാണ് താമസിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ നേതാക്കന്മാരൊക്കെ തന്നെ പരസ്പരം കൂടിയാലോചനകൾ നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാകും, പ്രത്യേകിച്ച് തങ്ങൾക്കൊരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഇല്ല എന്നാണ് കോൺഗ്രസ് പറയുന്നത്. ടീം UDF ഒറ്റക്കെട്ടായി മുൻപോട്ട് പോകുമെന്ന് പറയുന്നുണ്ടെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനം മോഹിക്കുന്ന നിരവധി ആളുകൾ കോൺഗ്രസിനുള്ളിൽ തന്നെയുണ്ട്. അപ്പോൾ ഭരണം ലഭിച്ചാൽ ആര് പാർട്ടിയെ നയിക്കണം, അല്ലെങ്കിൽ ആര് സർക്കാരിൻ്റെ തലപ്പത്തേക്ക് എത്തണമെന്ന കാര്യത്തിൽ വലിയ ഒരു ചർച്ചയിലേക്കൊക്കെ പോകേണ്ടതുണ്ട്. അപ്പോൾ ആ ചർച്ചകൾക്ക് തുടക്കമിട്ടുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്തരം ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പ്രത്യേകിച്ച് VD സതീശനെ അനുകൂലിക്കുന്ന ആളുകളുണ്ട്, KC വേണുഗോപാൽ നിയമസഭയിലേക്ക് മത്സരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്, രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ പാർട്ടിക്കുള്ളിലുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ തന്നെ
കൂടിയാലോചനകളും ചർച്ചകളും ഒക്കെ നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഈ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ടീം UDF ആയി മുന്നോട്ട് പോകും, അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തങ്ങൾക്കില്ല എന്നാണ്. പക്ഷേ അത്തരം ചർച്ചകളൊക്കെ തന്നെ UDF തുടങ്ങിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ സാമുദായിക സംഘടനകളുമായുള്ള ബന്ധം, പ്രത്യേകിച്ച് NSS കഴിഞ്ഞ ദിവസം വലിയ തോതിലുള്ള വിമർശനം പ്രതിപക്ഷ നേതാവിന് നേരെ ഉന്നയിച്ചിരുന്നു. അതിനെ അല്ലെങ്കിൽ SNDP ജനറൽ സെക്രട്ടറിയുമായി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പ്രതിപക്ഷ നേതാവും തമ്മിൽ നടക്കുന്ന ഒരു വാക്പോഴൊക്കെയുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം KPCC പ്രസിഡന്റ് അടക്കമുള്ളവർ ഇതിൽ VD സതീശനെ പ്രതിരോധിച്ചില്ല എന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു. പ്രത്യേകിച്ച് തങ്ങൾ ഇത്തരം വാർത്തകൾ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ കുടുംബത്തോടൊപ്പമായിരുന്നു, അതുകൊണ്ട് താൻ ഈ വാർത്ത ശ്രദ്ധിച്ചില്ല എന്നൊക്കെയാണ് സണ്ണി ജോസഫ് പറഞ്ഞിരുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ, ഒപ്പം തന്നെ ഈ കേരള കോൺഗ്രസ് M കോൺഗ്രസിലേക്ക് വരുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ചർച്ച നടക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് സഭയെ സിറോ മലബാർ സഭയെ നേരിട്ട് പോയി കണ്ടത് കഴിഞ്ഞ ദിവസം വിമർശിക്കപ്പെട്ടിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. ഏതായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപായി ചെയ്യേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒറ്റക്കെട്ടായി എങ്ങനെ മുന്നോട്ട് പോകണമെന്ന കാര്യമായിരിക്കും ചർച്ച ചെയ്യുക. പക്ഷേ രാഹുൽ ഗാന്ധി ഈ ചർച്ചകളിൽ പങ്കെടുക്കാനുള്ള സാധ്യതയില്ല. പ്രത്യേകിച്ച് അദ്ദേഹത്തിന് 12:45 വരുന്നു. 1 മണിക്ക് ലീലാവതി ടീച്ചറിന്റെ വീട്ടിൽ പോയി പുരസ്കാരം സമ്മാനിക്കുന്നു. അതിനുശേഷം 4 മണിക്ക് തന്നെ അദ്ദേഹം മടങ്ങും. പ്രത്യേകിച്ച് വൈകിട്ട് UP യിൽ മറ്റൊരു റാലിയിൽ കൂടെ അദ്ദേഹത്തിന് പങ്കെടുക്കേണ്ടതുണ്ട്. ഏതായാലും മറ്റ് നേതാക്കന്മാരൊക്കെ തന്നെ വലിയ തോതിലുള്ള ചർച്ചകളിലേക്ക് ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ കടന്നിട്ടുണ്ട്. ശരി, എന്തായാലും ചർച്ചകൾ ഇനിയും ഒരുപാട് ആവശ്യമാണ്. ഇപ്പോൾ ഇതിൻ്റെ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിനകത്ത് തന്നെ മുഖ്യമന്ത്രി ആകാനുള്ള ക്വാളിഫിക്കേഷനുള്ള ഒരുപാട് പേരുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ആരായിരിക്കും രാഹുൽ ഗാന്ധി സാധാരണ പതിവ് പോലെ അത്തരം ചർച്ചകളിലേക്ക് പോകാത്ത ഒരാളാണ്. അദ്ദേഹം ഈ പൊതുസമൂഹത്തിൽ സംസാരിക്കുക, പൊതുവായ കാര്യങ്ങൾ സംസാരിക്കുക, മോട്ടിവേറ്റ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ, അല്ലാതെ ഈ സ്ഥാനം, സീറ്റ്, ഇത്തരം കാര്യങ്ങളിലൊക്കെ ചർച്ചയിലേക്ക് അദ്ദേഹം കടക്കാറേ ഇല്ല.